ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കോളേജ് അഡ്മിഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പം റീസെന്റ് ആയിട്ട് കേൾക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഒരു കോളേജ് ഡിഗ്രി? നല്ലൊരു ജോലി കിട്ടാൻ കോളേജ് ഡിഗ്രിയുടെ ആവശ്യം എന്താണ്? മാർക്ക് സക്കർബർഗും ബിൽ ഗേറ്റ്സും മുകേഷ് അംബാനി സ്റ്റീവ് ജോബ്സും ഒന്നും കോളേജിൽ പോയി ഡിഗ്രി എടുത്തിട്ടല്ലല്ലോ സക്സസ്ഫുൾ ആയേക്കുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ വ്യൂ പോയിന്റ് അബൌട്ട് ഹാവിങ് എ ഡിഗ്രി, വൈ ടു അറ്റൻഡ് കോളേജ് എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബേസിക് ധാരണയിൽ കോളേജ് ഇസ് നോട്ട് അബൌട്ട് ലേണിംഗ് ദ സിലബസ്. അപ്പം നമുക്ക് കിട്ടുന്ന മാർക്കുകളല്ല കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക? ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ക്യാരി? ഇപ്പം നിങ്ങൾ ഒരു ജോലിക്ക് പോയി അപ്ലൈ ചെയ്യാണ്, അപ്പം നിങ്ങളെപ്പോലെ തന്നെ ആ ജോലിക്ക് മറ്റൊരാൾ അപ്ലൈ ചെയ്യാണ്, ദാറ്റ് ഹി ഈസ് നോട്ട് ഹാവിങ് എ ഡിഗ്രി. അപ്പം ഈ എംപ്ലോയർ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? മറ്റേ ആൾ കഴിവുണ്ടെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും അതിന് പ്രൂഫ് ഒന്നുമില്ല. പക്ഷെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്ക് ഹാവിങ് സംതിങ് ആസ് എ പ്രൂഫ് ദാറ്റ് ഇയാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതിന് പ്രൂഫായിട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ഇയാൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് എ പ്രൂഫ് ഫോർ ഹിസ് എലിജിബിലിറ്റി. അപ്പം ഓഫ് കോഴ്സ് ദ പ്രിഫറൻസ് ഗോസ് ടു ദം. ആൻഡ് നിങ്ങളിപ്പം പലരും പല കോഴ്സുകൾ ചെയ്തിട്ട്, ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തിട്ട് ഇതേ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇതേ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആർക്കായിരിക്കും പ്രിഫറൻസ് പോവുക? ഓഫ് കോഴ്സ് ഇറ്റ് ഗോസ് ടു ദി പേഴ്സൺ ഹു ഈസ് ഹാവിങ് എ എഞ്ചിനീയറിംഗ് ഡിഗ്രി. അപ്പം ഇപ്പൊ അതില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും ടു സം എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് ദെയർ. ഇപ്പൊ പതിയെ ദ സൊസൈറ്റി ഈസ് ചേഞ്ചിങ്, ദ ഇൻഡസ്ട്രി ഈസ് ചേഞ്ചിങ്. പക്ഷെ എന്നാൽ പോലും the certificate you hold has a value that gives you more opportunity. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത ഒരു ഫാക്റ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സിലബസ് മാത്രമായിരിക്കും നിങ്ങളുടെ ലേണിംഗ്. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി പഠിക്കുമ്പോൾ നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 വർഷം മുമ്പൊക്കെ ഉള്ള സിലബസ് ആയിരിക്കും. ഒരു എഞ്ചിനീയറിംഗ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ there are so many other things, many updates happening every day in the world. അപ്പൊ ഈ ചേഞ്ചസിനെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരു റൂമിലിരുന്ന് നമ്മൾ തന്നെത്താൻ പഠിക്കാൻ നോക്കിയാൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന നോളജിന് ഒരു പരിമിതിയുണ്ട്. ഇഫ് യു ആർ വിത്ത് എ ഗ്രൂപ്പ്, നിങ്ങൾ കുറച്ചധികം ആളുകളുടെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എവ്രി വൺ ഈസ് ലേണിംഗ് ന്യൂ തിങ്സ് എവ്രി ഡേ. സോ ദർ ഇസ് എ ഷെയറിങ് ഹാപ്പനിങ്. ഇപ്പം നമ്മൾക്ക് പലപ്പോഴും നമ്മൾ വേറൊരാളിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കുമ്പം ഇറ്റ് ഈസ് ഈസി. ഇപ്പം നമ്മൾ തന്നെ വീട്ടിലിരുന്ന് നമ്മൾ അറബിക്ക് പഠിക്കാൻ നോക്കിയാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. പക്ഷെ അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചേർന്നു. അപ്പം നിങ്ങൾ അവിടെ പഠിക്കുന്നത്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരെല്ലാം എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനെ പറ്റി, ഒരു എഞ്ചിനീയർ ആയിട്ട് ചെയ്യുന്ന ജോലി എന്താണ് എന്നതിനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് ധാരണകളുണ്ടാകും. അപ്പം നിങ്ങളുടെ കൂടെ ഉള്ള ധാരണ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്? നിങ്ങളൊരു റിയൽ വേൾഡിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ എന്താണ് ഈ സൊസൈറ്റിയിൽ നടക്കുന്നത്? ഇപ്പം പല ആൾക്കാരും സെൽഫ് ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ കൂടെ പഠിച്ച ഒരു പരീക്ഷ പോലും നന്നായി എഴുതി പാസ്സാവാത്ത, ജസ്റ്റ് പാസ്, സപ്ലികൾ വാങ്ങിച്ചു കൂട്ടി അവസാന ഇയറിൽ എല്ലാ സപ്ലിയും ക്ലിയർ ചെയ്ത് ജോലിക്ക് കയറിയ ആൾക്കാരൊക്കെ ഏറ്റവും നല്ല പെർഫോമേഴ്സ് ആകുന്നുണ്ട്. വൈ? ബിക്കോസ് ദേ നോ ദി ക്രാഫ്റ്റ്. അവരവിടെ വന്നത് മാർക്ക് വാങ്ങിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനല്ല. അവർക്ക് അവരുടെ ക്രാഫ്റ്റിനെ പറ്റിയുള്ള ധാരണ, അവരുടെ കൂടെ നടന്ന് അവരുടെ കോളേജിലെ എല്ലാ പരിപാടിക്കും എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ആയിട്ടിരുന്ന ആൾക്കാർ മാർക്ക് വരുമ്പോൾ ചിലപ്പോൾ സപ്ലി വാങ്ങിച്ചിട്ടുണ്ടാവും. But that doesn't matter. Why? Because they are there to learn about the craft. They are there to learn about how the world works for them. അത് മനസ്സിലാക്കാനാണ്. അപ്പം കോളേജ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് ദ മാർക്സ്. അപ്പം നേരത്തെ അവിടെ പോയി സർട്ടിഫിക്കറ്റിൽ മാർക്കിൽ എല്ലാം സപ്ലി എല്ലാം ഫെയിൽ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന നിർബന്ധമില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷൻ ആണ്. ഇപ്പം ഓരോ ജോലിക്കും ഓരോ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് വേണം. ഒരു ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾക്കൊരു കൈൻഡ്നെസ് ഉണ്ടാകണം, പാഷനായിട്ട് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ 18 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ യു മൈറ്റ് നീഡ് ടു എക്സ്റ്റെൻഡ് ഇറ്റ് ഫോർ സം മോർ അവേഴ്സ്. അപ്പം അതൊരു നോർമൽ ജോലിയിൽ നമുക്കത് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു മെഡിസിൻ പോലെ ഒരു പ്രൊഫഷണൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളൂ, അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു ദ ലൈഫ് യു ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ കോളേജിൽ പോയി പഠിക്കുമ്പം ഇറ്റ്സ് ലൈക്ക് എ ഫൗണ്ടേഷൻ. അപ്പം നിങ്ങൾ 15 വർഷം ഇതൊരു ഡിഗ്രി ഒന്നും ഇല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു കോളേജിൽ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്.
കാരണം നിങ്ങൾക്ക് മിസ്റ്റേക്സ് ചെയ്ത് ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനുള്ള സ്പേസ് കോളേജിൽ കിട്ടുന്നുണ്ട്. ത്രൂ ദ പ്രോജക്ട്സ് ആൻഡ് അസൈൻമെന്റ്സ് യു ഡു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സ്കിൽഡ് ആവുന്നുണ്ട് നിങ്ങൾ അറിയാതെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കോളേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടറിനെ ഭയങ്കരമായി ഫോം ചെയ്യും. ഒരു നേരെ പോയി ഒരു ജോലി സ്ഥലത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അങ്കലാപ്പുകളും ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഒക്കെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് ബെറ്ററായി യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഇപ്പം നമ്മളൊരു ചായക്കട തുടങ്ങിയ അടുത്ത ദിവസം തൊട്ടടുത്ത് വേറൊരു ചായക്കട തുടങ്ങുന്നുണ്ട്. അതുപോലെ കോമ്പറ്റീഷൻ ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ബെറ്ററായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കതിനെ ബെറ്ററായി യൂട്ടിലൈസ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പം ഇന്ന് പോയ ഓപ്പർച്യൂണിറ്റി നാളെ വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാൻ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവണം. ആ കപ്പാസിറ്റി ഒരു പരിധിവരെ കോളേജ് പഠനകാലത്ത് നമുക്ക് ലഭിക്കും. നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഒരു ബാച്ചിലുള്ള അത്രയും പേരും ഒരേ ജോലി കിട്ടാൻ വേണ്ടിയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പലരും പല സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വി നോ ദാറ്റ് ദിസ് ഇസ് ഹൗ ദ തിങ്സ് വർക്ക്. അപ്പം അതുപോലെ തന്നെ കോളേജിൽ ഒരുപാട് മാർക്ക് വാങ്ങിച്ച് റാങ്ക് വാങ്ങിച്ച ആൾക്കാരൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ അവരുടെ കരിയറിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്. അപ്പം ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്ന റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കോളേജ് എക്സ്പീരിയൻസ് തന്നെ വേണം. ഇപ്പൊ പലരും തന്നെ പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു റൂമിലിരുന്ന് നമ്മൾ തന്നെ വായിച്ചു പഠിച്ചു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സിലബസിൽ നിന്ന് പഠിച്ചു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് റിസർച്ച് ചെയ്തു, നമ്മൾ വിചാരിക്കും നമ്മളാണ് ബെസ്റ്റ് അറ്റ് തിങ്സ്. ദർ കുഡ് ബി അതർ പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ യു. അതിനെ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ എങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുള്ളി മുന്നേറാൻ കഴിയുക, അവരോടൊപ്പം പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അവരെക്കാൾ മുന്നിൽ എത്താൻ കഴിയണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റീസ് എന്താണ്, നമ്മൾ അപ്ഡേറ്റഡ് ആവേണ്ട കാര്യങ്ങൾ എന്താണ്, ഏത് കാര്യങ്ങളിലാണ് നമ്മൾ അവെയർ ആയിരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ബേസ് നമുക്ക് കിട്ടുന്നത് കോളേജുകളിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുക കോളേജിൽ നിന്നാണ്. ഇപ്പം എനിക്ക് ലൈവ് എക്സ്പീരിയൻസസ് ഒരുപാട് പേരുണ്ട്. ഇപ്പം നന്നായി പഠിക്കാൻ കഴിവുണ്ടെങ്കിലും ദേ ആർ ഗുഡ് അറ്റ് സോ മെനി തിങ്സ്. ഇവൻ കഷ്ടപ്പെട്ട് 10 വർഷം ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത സ്കില്ല് they just grab it in 2 seconds and they are getting a better paid job. You are not getting the recognition you deserve just because you don't have a degree, just because you don't have the attitude that needs to put you in the place where you have to എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ ഡ്രോബാക്ക് ആണ്. അപ്പം നമ്മൾക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ റൈറ്റ് പ്ലേസിൽ എത്തണമെന്നില്ല. അപ്പം അതുപോലെ ഇപ്പൊ യേശുദാസ് നന്നായി പാടുന്ന ആളാണ്, ഹീസ് വേൾഡ് ഫേമസ്, അത്രയും കഴിവുള്ള ഒരാളാണ്, ഹി കുഡ് സിങ് എ ലോട്ട് ഓഫ് സോങ്സ്. യേശുദാസിനെ പോലെ പാടുന്ന എത്രയോ ആളുകളുണ്ടാവും, അവരെയൊന്നും ലോകം അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അയാള് ആ ഓപ്പർച്യൂണിറ്റീസിനെ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട ലേണിംഗിലേക്ക് കൃത്യമായി എത്താത്തത് കൊണ്ടോ അയാളുടെ മുറിയിലിരുന്ന് അയാൾ ചിലപ്പോൾ പാടുന്നുണ്ടാവും. പക്ഷെ അത് ലോകം അംഗീകരിക്കുന്നില്ല. അയാളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന ഒരു സ്പേസ് അയാൾ അർഹിക്കുന്ന അംഗീകാരത്തിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം ആ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ബേസിക് ജ്ഞാനം ഉണ്ടായിരിക്കണം. ആ ജ്ഞാനം നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് സംടൈംസ് യു ഗെറ്റ് ഇൻ ടു ദ റോങ് പ്ലേസ്. അപ്പം നിങ്ങൾക്ക് അർഹിക്കുന്ന റെക്കഗ്നീഷനിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ അർഹിക്കുന്ന വാല്യൂ കിട്ടണമെങ്കിൽ യു ഷുഡ് ബി ഇൻ സം പ്ലേസ്. അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ സം പ്ലേസ്. അതിനുള്ള സ്പേസസ് കോളേജ്, ഓൾ ദ ട്രയൽ ആൻഡ് എറർ ഹാപ്പൻസ് ദേർ. സോ ബെറ്റർ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടാകുമ്പോൾ ലേണിംഗ് ബിക്കംസ് ഈസി, ലേണിംഗ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സ്പേസ് നമുക്ക് ഉണ്ടാകാൻ പറ്റും. പിന്നെ ഇങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ ഹൗ ടു സർവൈവ് ഇൻ ദ സ്പേസ് എന്ന് പറയുന്ന ഒരു കോമൺ സെൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തും. നമ്മൾ കോളേജിൽ പോയി പഠിച്ചൊരു ഡിഗ്രി പഠിച്ചു നമ്മളെല്ലാം തികഞ്ഞ ആളാവോ? ഇല്ല. Every day, whatever your career is, നിങ്ങൾ every day you have to learn new things. അപ്പൊ നിങ്ങളൊരു കല്ലുപണിക്ക് പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. എവറി ഡേ ദർ ഇസ് എ ന്യൂ ടെക്നോളജി കമ്മിങ്, എവറി ഡേ ദർ ഇസ് എ ന്യൂ ട്രെൻഡ് കമ്മിങ് ഇൻ. സോ നിങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം 2 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 1 മാസം കൊണ്ട് തീർക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വളരേണ്ടി വന്നാൽ വളർന്നേ പറ്റുള്ളൂ. സോ ലേണിംഗ് ഹാസ് ടു ഹാപ്പൻ എവറി ഡേ. പക്ഷെ ഇതെങ്ങനെ പഠിക്കണം, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്ത് ചെയ്താലാണ് നമ്മൾ പ്രോപ്പർ ചാനലിലേക്ക് എത്തുക, ഇങ്ങനെയുള്ള ലേണിംഗ് നടക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ സർക്കിൾ where you can figure out all these things. And when you go to college, you find
സിമിലർ പീപ്പിൾ ഹു ആർ ട്രൈങ് ടു ഡു ദിസ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളിലേക്ക് എങ്ങനെ എത്തണം എന്ന് അറിയാൻ പറ്റും. ദ ചാനൽ വേർ യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക വിസിബിലിറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഗോയിങ് ടു കോളേജ്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം എനിക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഹൈ പേയിങ് ജോബ് കിട്ടുമോ? ഇല്ല. എവറി ജോബ് ഹാസ് എ എക്സ്പീരിയൻസിങ് സ്പേസ്. നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ കരിയർ വിൽ ബി ഓൾവേസ് അബൌട്ട് ലേണിംഗ് ആൻഡ് ഗെറ്റിംഗ് എക്സ്പീരിയൻസ്. ഇപ്പം ഇന്ന് എനിക്ക് ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങി, നമുക്ക് കിട്ടിയ ഫസ്റ്റ് ജോബ് ഇസ് ജസ്റ്റ് 10,000 rupees സാലറി, അത്രേ ഉള്ളൂ. അപ്പം അത് ആ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ യു ആർ ട്രൈങ് ടു ലേൺ ദ ഇൻഡസ്ട്രി, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, എവിടെയാണ് കൂടുതൽ ലേണിംഗ് നടക്കുന്നത്, എവിടെയാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് യു ബിക്കം എ സ്കിൽഫുൾ പേഴ്സൺ. And when you apply for a job, or if you keep yourself in the relevant space, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി ഈസ് ഗോയിങ് ടു ബി ദാറ്റ് ഹൈ. ആഫ്റ്റർ 3 years when you look at yourself, you will be paid എന്താ പറയുക ഒരു 10 ഇരട്ടിയൊക്കെ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് യു ഗെയിൻ ഔട്ട് ഓഫ് വർക്കിംഗ്. അതിന് ആ സ്കില്ലിന് പേ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ കോളേജിൽ പോയില്ല, നിങ്ങൾ +2 കഴിഞ്ഞ് പഠിത്തം നിർത്തി, യു ഫൈൻഡ് സം ജോബ്, നിങ്ങൾ എന്തോ റാൻഡം ജോബ് ഒക്കെ കണ്ടുപിടിച്ചു, യു ഗെറ്റിംഗ് സാലറി, നിങ്ങൾ മാസം ഒരു 30,000 രൂപയൊക്കെ പല ജോലി ചെയ്ത് നിങ്ങൾ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഒരു 60,000 രൂപ സമ്പാദിച്ചു. പക്ഷെ ഡസ് യുവർ സ്കിൽ ഗെറ്റ്സ് പെയ്ഡ് വെൻ യു ഹാവ് മോർ എക്സ്പീരിയൻസ്. ഇപ്പം ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ, ചെത്തുപണിക്ക് പോകുന്ന ഒരാൾ, ഇന്ന് അയാൾക്ക് കിട്ടുന്ന പൈസ നാളെ ഇൻഫ്ലേഷന്റെ റേറ്റ് അനുസരിച്ച് അയാൾക്ക് കൂടുതൽ കിട്ടും. പക്ഷെ ഈസ് ഹി ഗോയിങ് ടു പെയ്ഡ് മോർ ബിക്കോസ് ഹി ഈസ് വെരി സ്കിൽഫുൾ? 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അയാൾക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടുമോ? ഇല്ല. അയാൾക്ക് ചിലപ്പം എന്താ പറയുക 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ചിലപ്പോൾ 1 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമായിരിക്കും. ബട്ട് സ്റ്റിൽ ദ എമൗണ്ട് ഓഫ് ടൈം ഹി സ്പെൻഡ് ഓൺ ഇറ്റ് ഇസ് സെയിം. അയാൾക്ക് കിട്ടുന്ന സാലറിയുടെ ഇൻക്രിമെന്റ് സെയിം. ചില ആളുകൾക്ക് എന്താ പറയുക വളരെ ചെറുപ്പത്തിൽ ഒരു ധാരണയുണ്ടാവും, ഞാൻ ഇന്ന കാര്യമാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം, ഇന്ന ജോലിയിലേക്കാണ് ഞാൻ എത്തേണ്ടത് എന്നുള്ള ഒരു ധാരണ വളരെ ചെറുപ്പത്തിലേ ഉണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളോ ഒന്നും നമ്മളെ അത്ര ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നില്ല. അപ്പം നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യം, യു ട്രൈ ടു ഡു സോ മെനി അതർ തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിഞ്ഞ് എങ്ങനെയാണ് എന്താണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്, ഇതുമായിട്ട് റിലേറ്റഡ് ആയി നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് എന്താണ്, എന്ത് പഠിച്ചാലാണ് എനിക്ക് ഈ ജോലി നന്നായി ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ലേണിങ്ങിന് പലരും ശ്രമിക്കുന്നില്ല. എന്ത് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് എനിക്ക് എത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളൊരു കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള കോഴ്സുകളുണ്ടോ? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോവുകയാണ്, ഈ കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നറിയാൻ യു ജസ്റ്റ് ഹാവ് ടു ഗൂഗിൾ ഇറ്റ്. ഗൂഗിളിൽ കയറി ഇന്ന കോളേജിന്റെ ഇന്ന കോഴ്സിന്റെ സിലബസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷത്തെയും സിലബസ് കിട്ടും. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഇതൊക്കെ വായിച്ചു നോക്കി ഓരോ സബ്ജക്റ്റും റിലേറ്റഡ് ടോപ്പിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസിക് ധാരണ കിട്ടും, ഇതൊക്കെ എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ചില ലേണിങ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട കോഴ്സ് ഏതാണ്, എന്ത് കോഴ്സ് പഠിച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു കോഴ്സ് പഠിച്ച് നല്ലൊരു ഡിഗ്രി എടുത്ത് നല്ലൊരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിക്ക് കയറുമായിരിക്കും. ഒരു ഡിപ്ലോമ പഠിച്ച ഒരാൾക്ക് കിട്ടുന്ന ഹൈക്കും ഓപ്പർച്യൂണിറ്റിയും ആയിരിക്കില്ല ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് കിട്ടുന്നത്. ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല വെറുതെ ഒരു കോഴ്സ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പഠിച്ച ഒരാൾക്ക് കിട്ടുന്നത്. അപ്പം ഇൻഡസ്ട്രി വർക്ക്സ് ഇൻ സർട്ടൻ വേ. ഇൻഡസ്ട്രി ട്രസ്റ്റ് പീപ്പിൾ ഓൺ സർട്ടിഫിക്കറ്റ് ഫോർ സർട്ടൻ എമൗണ്ട് ഓഫ് തിങ്സ്. അപ്പം അതൊരു റിയാലിറ്റിയാണ്. അത് മാറി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം നിങ്ങൾ അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ യുവർ സർട്ടിഫിക്കറ്റ് ഡസൻ മാറ്റർ, അല്ലേ? അപ്പം നമ്മൾ പറയുന്ന സ്റ്റീവ് ജോബ്സ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആൾ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, അയാൾക്ക് പറയാനൊരു ഡിഗ്രി ഇല്ല. അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു സക്സസ്ഫുൾ ബിസിനസ്സാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അയാളുടെ സംരംഭമാണ്. അപ്പം ഹൂ ഇസ് ദ സ്റ്റീവ് ജോബ്സ്?
സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആള് 15-ാമത്തെ വയസ്സിൽ ഹി വാസ് ഫേമസ് ഫോർ ഹിസ് സ്കിൽസ് അബൌട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അയാൾ അന്ന് തന്നെ അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് എന്താ പറയാ സിഗ്നൽസ് വെച്ച് ടെക്സ്റ്റ് അയക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളായിരുന്നു. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് സ്കിൽ ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പം കോളേജിൽ പഠിക്കുന്ന സ്റ്റീവ് വെസ്നിയാക്ക് എന്ന് പറയുന്ന ഒരാള് അയാൾക്ക് പേഴ്സണൽ ആയിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ ഹെൽപ്പിന് ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് ഹി ഗെറ്റ് ടു നോ അബൌട്ട് ദിസ് സ്റ്റീവ് ജോബ്സ്. അങ്ങനെ ഇവർ രണ്ടും കൂടി ചേർന്ന് എന്താ പറയാ അയാൾക്ക് വർക്ക് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. ഇപ്പൊ ഈ കമ്പ്യൂട്ടേഴ്സ്, ഇതാണ് ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ എവർ ബിൽഡ് ഇൻ ദ വേൾഡ്. ആ കമ്പ്യൂട്ടറിനെ അവരുടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു റിക്വസ്റ്റിനനുസരിച്ച് കൂടുതൽ ആളുകൾ ഇതിനുവേണ്ടി ഇതിനുവേണ്ടി റിക്വസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു ബിൽഡ് എ കമ്പനി. അയാളുടെ 21-ാമത്തെ വയസ്സിൽ, സ്റ്റീവ് ജോബ്സിന്റെ 21-ാമത്തെ വയസ്സിൽ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റീവ് വെസ്നിയാക്ക്, ഹി ബിൽഡ് എ കമ്പനി. അപ്പം അയാളുടെ 15-ാമത്തെ വയസ്സിൽ ഹി വാസ് ഷുവർ അബൌട്ട് വാട്ട് ഹി ഹാവ് ടു ഡു ആസ് എ കരിയർ. 15-ാമത്തെ വയസ്സിൽ ഹി വാസ് സ്കിൽഫുൾ ആൻഡ് ഫേമസ് ഫോർ ഹിസ് സ്കിൽസ്. അപ്പം ഇപ്പൊ അയാള് കോളേജിൽ പോയില്ലെങ്കിലും എന്താ പറയാ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ഈ കമ്പനിയിൽ ജോലി വേണം എന്ന് പറഞ്ഞാൽ അയാളെ കണ്ണും പൂട്ടി എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും അതുപോലെ ഷുവർ ആണെങ്കിൽ, യു ആർ ഷുവർ അബൌട്ട് യുവർ സ്കിൽസ്, യു ആർ വെരി സ്കിൽഡ്, ആളുകൾ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുണ്ടെങ്കിൽ, ഐ മൈറ്റ് സേ യു ഡോണ്ട് ഹാവ് ടു ഗോ ടു കോളേജ്. നിങ്ങൾ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കോളേജ് ഡിഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് എ പേപ്പർ. പക്ഷേ അതല്ലാത്ത പക്ഷം കരിയർ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ സ്കിൽസ് എന്താണെന്ന് അറിയില്ല, നത്തിങ് ഇസ്, യു ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ എനിത്തിങ്, you have to get a degree so that you can go somewhere and ask for a job and somebody trust you to give a job. You need a degree. അപ്പം എന്താ പറയാ എല്ലാവരും ഇപ്പം ഉള്ള സമയത്ത് നന്നായി പഠിച്ച് വല്ല ജോലിക്കൊക്കെ പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഭാവിയിൽ എന്താ പറയാ ഫോറിൻ ട്രിപ്സും നല്ല നല്ല വീട് വെക്കുകയും കാറ് വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ മാസമുള്ള കിട്ടുന്ന അന്നത്തെ 60,000 രൂപ അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. സോ ബെറ്റർ ഗെറ്റ് യു ഡിഗ്രി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഐ മേ നോട്ട് ബി ദ റൈറ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ വോയിസ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.